എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അമ്മയ്ക്ക്. എൻ്റെ അമ്മ മാതാവെ 1000 നന്ദി എന്നെ ഇവിടെ കയറ്റി ഈ ആൾത്താരയിൽ കയറ്റി സാക്ഷ്യം പറയിപ്പിച്ചതിന്. എൻ്റെ പേര് ഷീജ മോൾ. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ കുഞ്ഞുണ്ടായത് അബോർഷനായി പോയായിരുന്നു. 4 വർഷം കഴിഞ്ഞാണ് എനിക്ക് അടുത്തൊരു കുഞ്ഞുണ്ടാകുന്നത്. അപ്പോൾ ആ കുഞ്ഞിനെ ഫുൾ ബെഡ് റെസ്റ്റോട് കൂടെയാണ് ഞാൻ പ്രഗ്നൻസിയിൽ മുതൽ ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. ഫുൾ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടന്ന കിടപ്പിൽ ആണ് എനിക്ക്. അതുമാത്രമല്ല എല്ലാ മാസവും ഒരു ചെറിയൊരു ഫ്രിഡ്ജ് പോലത്തെ ഒരു ഇതിൽ ഇഞ്ചക്ഷൻ കൊണ്ടുവന്ന് അങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്ത് അങ്ങനെയാണ് അബോർഷൻ ആവാതെ ഇരിക്കാനായിട്ടാണ് അങ്ങനെ കൊണ്ടുവന്നാണ് എനിക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായത്. അപ്പം അത് കഴിഞ്ഞ് വീണ്ടും എനിക്ക് ആ ഒരു കിടപ്പും അങ്ങനെ അത്രയും മരുന്നൊക്കെ കഴിക്കണ്ട എന്നുള്ള രീതിയിൽ തന്നെ എൻ്റെ ദൈവമേ എനിക്ക് ഇനി ഒരു ബെഡ് റെസ്റ്റ് എടുത്ത് എന്താണേലും ഒരു കുഞ്ഞിനെ വേണ്ട എന്നുള്ള രീതിയിലോട്ടായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഏകദേശം 14 വർഷം കഴിഞ്ഞു. 14 വർഷത്തിന് ശേഷം അപ്പോൾ ഒരിക്കലും ഞാൻ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൃപാസനത്തിൻ്റെ വാതിക്കലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ഇവിടുത്തെ തിരക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര തിരക്കാണ് ഈ ഒരു ഭാഗം വരുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു തിരക്കിൽ വന്നപ്പോഴേക്കും അവിടെ ഇരുന്ന് ബസ്സിലിരുന്ന് ആരോ പറഞ്ഞു എല്ലാവർക്കും ഭ്രാന്താണ്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ആക്കിക്കൊണ്ട് ഈ ഒരു രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെയുള്ള രീതിയിലൊരു ടോക്ക് വന്നു ബസ്സിൽ വെച്ച്. അപ്പോൾ ഞാനന്ന് അവിടെ ഉണ്ട്, ആ ബസ്സിൻ്റെ അകത്ത് യാത്ര ചെയ്യുവാണ്. അപ്പം അവിടെ ഇരുന്ന് വേറൊരു ചേച്ചി അവിടെ ഇരുന്ന് ആ പറഞ്ഞ ചേട്ടനോട് വിളിച്ചു പറഞ്ഞു, ചേട്ടൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് അവിടെ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന്. അവിടെ ചേട്ടൻ എണ്ണിയിരിക്കുന്ന ആ ഓരോ തലയ്ക്കും, അതായത് അന്ന് വെളിയിൽ വരെ ആളാണ്, ആ ഒരു രീതിയിലോട്ടാണ്. അപ്പം ആ ഓരോ തലയ്ക്കും ഓരോരോ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുള്ളതാണ് അവർ പറയുന്ന. അതുകൊണ്ടാണ് അവർ അടുത്ത ആളെ കൊണ്ടുവന്ന് അങ്ങനെയാണ് ഇത്ര ആളവിടെ വരുന്നത്. അത് ചേട്ടൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. എന്നെങ്കിലും ചേട്ടന് പോകാനായിട്ട് അവിടെ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചേക്കാം. ആ ചേച്ചി അങ്ങനെ നിന്ന് ഒരു വെല്ലുവിളി പോലെ ആ ചേട്ടനോട് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, ദൈവമേ ഇത്രയും ചേർത്തലയാണല്ലോ, ഇത്രയും പറ്റയായിട്ട് പോലും ഒന്ന് കൃപാസനത്തിലോട്ട് പോകാനോ കൃപാസനം എന്താണെന്ന് അറിയാനോ സാധിച്ചിട്ടില്ല. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൃപാസനത്തിൽ പോകാം, നമുക്ക് ഉടമ്പടി വയ്ക്കാം. എന്താണ് ഉടമ്പടി എന്താണെന്നോ ഒന്നും ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ, ഞാനും ചേച്ചിയും കൂടെയാണ് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അന്ന് ബ്രദറാണ് സംസാരിച്ചത്. ഒരു ബ്രദറായിരുന്നു ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ ബ്രദർ പറഞ്ഞത്, നിങ്ങൾക്ക് നടക്കുന്ന കാര്യങ്ങളല്ല നിങ്ങളിവിടെ വയ്ക്കേണ്ടത്, നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് നിങ്ങളിവിടെ ഉടമ്പടിയിൽ വയ്ക്കേണ്ടതെന്നാണ് ആ ബ്രദർ എന്ന് പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മൾക്ക് ആവശ്യങ്ങൾ ഇഷ്ടം പോലെയാണ്, അപ്പോൾ അതൊന്നും വെക്കേണ്ട, അതൊക്കെ നടന്നു പൊക്കോളുമല്ലോ. അപ്പം നടക്കാത്ത കാര്യങ്ങൾ എന്താണെന്ന് ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എനിക്കൊരു കുഞ്ഞ് വേണം. അത് ഇത്രയും വർഷമായി, 14 വർഷം കഴിഞ്ഞു ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ട്. ഇവൻ്റെ ചേച്ചി ഇപ്പം +2 പഠിക്കുവാണ്. കുഞ്ഞിനിപ്പം 3 വയസ്സ് തികഞ്ഞിട്ടില്ല, 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്കൊരു കുഞ്ഞ് വേണം മാതാവേ, എനിക്കൊരു കുഞ്ഞിനെ വേണം. ആ കുഞ്ഞിന് ബ്രദർ പറഞ്ഞത് എന്ത് വേണമെങ്കിലും ആഗ്രഹിച്ച് പറഞ്ഞോ, അതെല്ലാം സാധിക്കുമെന്നാണ് ബ്രദർ പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്കൊരു കുഞ്ഞ് വേണം. ആ കുഞ്ഞിന് മാതാവിൻ്റെ കയ്യിരിക്കുന്ന ഈശോയെ പോലെയുള്ളൊരു കുഞ്ഞിനെ തരണം. അതായത് നമ്മൾ ഈശോയെ കണ്ടിരിക്കുന്ന ചുരുണ്ട മുടിയോടുകൂടെ നല്ല മിടുക്കനായിട്ടുള്ള കൊഞ്ചിക്കുന്ന അതുപോലത്തെ ഒരു ഈശോ, അതുപോലത്തെ ഒരു കുഞ്ഞിനെ വേണം. എല്ലാവരും ഇഷ്ടപ്പെടണം ആ കുഞ്ഞിനെ. അതുപോലത്തെ ഒരു കുഞ്ഞിനെയാണ് മാതാവ് എനിക്ക് വേണ്ടത്. പിന്നെ ഞാൻ ബെഡ് റെസ്റ്റ് എടുക്കാനൊന്നും തയ്യാറല്ല. എനിക്ക് ബെഡ് റെസ്റ്റ് ഒന്നും എന്നെക്കൊണ്ട് എടുപ്പിക്കരുത്. അങ്ങനെ എനിക്കൊരു കുഞ്ഞിനെയാണ് എനിക്ക് വേണ്ടതെന്ന് അങ്ങനെ എഴുതി വെച്ചത്. പിന്നെ എനിക്കന്ന് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 93 കിലോ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഏകദേശം നല്ല സൈസാണ്. ഇന്നും അത്യാവശ്യം ഡെലിവറിയുടെ ഇതിൻ്റെയാണ് കേട്ടോ ഈ വണ്ണമൊക്കെ ഇതിൻ്റെ, അത് മാറും. അപ്പോൾ എനിക്ക് ഭയങ്കര എന്തുമായിരുന്നു, മടിയായിരുന്നു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാനും ഫുഡ് കുറക്കണ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര. അപ്പോൾ അന്ന് നല്ല വെയിറ്റ് വേണം. അപ്പോൾ മാതാവേ എനിക്ക് വെയിറ്റ് കുറയണം, അതാണ് ഞാൻ 2ാമത് നിയോഗം വെച്ചത്. പിന്നെ 3ാമത് വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്ക് കടങ്ങളൊന്നുമില്ലാതെ എനിക്ക് എൻ്റെതെന്ന് പറയാനായിട്ട് സ്വന്തമായിട്ടൊരു വീട്. അങ്ങനെ 3 നിയോഗം അതാണ് ഞാൻ അന്ന് വെച്ചത്. അത് കഴിഞ്ഞ് പിന്നെ അപ്പം ബ്രദർ എന്ന് പറഞ്ഞു 6 കാര്യങ്ങൾ നമുക്ക് വയ്ക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ 6 കാര്യങ്ങൾ വയ്ക്കാതെ നിങ്ങൾ 5 കാര്യങ്ങൾ വെച്ചോ, ഒരു കാര്യം നിങ്ങൾ ബ്ലാങ്കായിട്ടിട്. അപ്പം അത് ഈശോയും മാതാവും ചേർന്ന് നമ്മളുടെ ആ ഒരു കാര്യമല്ല, പിന്നീട് നടത്തേണ്ടത് കുറേ കാര്യങ്ങൾ നടത്തി തരുമെന്ന് ബ്രദർ എന്ന് പറഞ്ഞു. അപ്പം
അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ബ്ലാങ്കായിട്ടിട്ടു ബാക്കി കാര്യങ്ങളും. അങ്ങനെ ഞാനിത് ഉടമ്പടി എടുത്തു ചേച്ചിയും ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങൾ പോയി. ഞാൻ പറഞ്ഞില്ല ഞാൻ ഫോട്ടോഗ്രാഫറാണ്. നേരെ സ്റ്റുഡിയോയിലോട്ടാണ് ചെന്നത്. സ്റ്റുഡിയോയിലോട്ട് ചെന്ന് ഞങ്ങളവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു 7 മണി 7:30 ആയി. അപ്പോൾ ഒരു പെൺകുട്ടി ഫോട്ടോ എടുക്കാനായിട്ട് വന്നു. അപ്പോൾ ആ കൊച്ചിനോട് പറഞ്ഞു, ഇപ്പം ഞാൻ ചോദിച്ചു എവിടെ പോവാന്ന് ചോദിച്ചാൽ പറഞ്ഞു ജിമ്മിലെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പം പറഞ്ഞു ചേച്ചി ഞാൻ ജിമ്മിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു വെയിറ്റൊക്കെ കുറയുമോ ഒന്ന് ചോദിച്ചു. വെയിറ്റൊക്കെ കുറയും ചേച്ചി, നന്നായിട്ട് വെയിറ്റൊക്കെ കുറയും ചേച്ചി, ഒന്ന് വർക്കൗട്ട് ചെയ്താൽ വെയിറ്റൊക്കെ കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് അകത്തിരുന്ന് കളിയാക്കി, നീ വർക്കൗട്ട് ചെയ്യാനോ ഫുഡ് കുറക്കാനോ, എന്നാൽ വേറെ ആളെ നോക്കണം അതിനൊക്കെ, എന്ന് വെച്ചാൽ നിൻ്റെ കുറയാനൊന്നും പോകുന്നില്ല എന്നുള്ള രീതിയിൽ വെല്ലുവിളിക്കുന്ന പോലെ എനിക്ക് തോന്നി അകത്തിരുന്ന്. അപ്പം ഞാനോർത്ത് അതിനോട് ഞാൻ അന്നേരം ഉടമ്പടി എടുത്ത് ചെന്നതേ ഉള്ളൂ. അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ആദ്യത്തെ ഉടമ്പടി പെട്രോൾ പോലെ ആളിക്കത്തുമെന്നാണ് പറയുന്നത്. അത്രയും സ്പീഡിൽ കാര്യങ്ങൾ നടത്തും നമ്മുടെ മാതാവ്, പെട്ടെന്ന് തന്നെ കാര്യം സാധിക്കും. അപ്പോൾ അതിനുള്ള ഒരു തെളിവാണ് എൻ്റെത്. അപ്പം ഞാൻ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും 7 മണിയൊക്കെ ആയി. ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നു 7 മണിയൊക്കെ സ്റ്റുഡിയോയിൽ ചെന്ന് 7 മണി ആയപ്പോഴാണ്. അപ്പോൾ ഈ കുട്ടിയോട് പറഞ്ഞു, അപ്പം എന്നെ അകത്തു നിന്ന് വെല്ലുവിളിച്ച പോലെ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാനും വരുവാണ്, ഞാൻ ജിമ്മിലേക്ക് വരുവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് തന്നെ ആ കുട്ടിയുടെ കൂടെ ജിമ്മിൽ പോയി ജോയിൻ ചെയ്തു. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മടിയാണ് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക, ഈ പറഞ്ഞ ഫുഡ് കുറക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള വർക്കൗട്ടൊക്കെ കഠിനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മടിയാണ്. പക്ഷേ ഈ കുട്ടിയുടെ കൂട്ടത്തിൽ അന്ന് പോകാനും എനിക്കന്ന് ജിമ്മിൽ ചെന്ന് ചേരാനും ഒക്കെ സാധിച്ചു. എന്താണോ എനിക്കറിയില്ല, 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ, നിങ്ങൾ വിശ്വസിക്കോ ഇല്ലയോ എന്നറിയില്ല, എൻ്റെ റെക്കോർഡെല്ലാം അവിടെ ഉണ്ട്. 93 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ഞാൻ നേരെ 63 കിലോയിലോട്ട് വെയിറ്റ് ലോസ് വന്നു. അത്രയും വർക്കൗട്ട് ചെയ്തു, ഫുഡ് കൺട്രോൾ ചെയ്തു. അപ്പം ഉടമ്പടിയിലും നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു ബലം ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞു. അപ്പം പീരീഡ്സ് ഒന്നും എനിക്ക് കറക്റ്റ് അല്ലായിരുന്നു. അത് ആദ്യത്തെ ഡെലിവറിയിലും അങ്ങനെ കറക്റ്റല്ല, വരും വല്ലപ്പോഴും ഒക്കെ വരും, അങ്ങനെയാണ്. അതുകൊണ്ട് ഞാനതൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തോ 1-2 പ്രാവശ്യം ഇങ്ങനെ ആയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ വർക്കൗട്ട് തുടർന്നു, കണ്ടിന്യൂ ചെയ്തു. അപ്പം നിർത്തിക്കളയുമെന്ന് ഹസ്ബൻഡ്, എല്ലാവരും അങ്ങനെയാണ്, തുടക്കം ചെല്ലും പിന്നെ നിർത്തിക്കളയും. അതും ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിർത്തരുത് എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല എൻ്റെ ഈ ഒരു ചേഞ്ച്, എൻ്റെ വെയിറ്റ് ലോസ്. അപ്പം എൻ്റെ അനിയത്തിയും വന്ന് അവളും ഉടമ്പടിയിലോട്ട് വന്നു. എല്ലാവരും എൻ്റെ ഒരു ഇത് കണ്ടപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവരും അങ്ങനെയൊക്കെ ആകും, അന്ന് ഞങ്ങളും വരാമെന്നുള്ള രീതിയിൽ. പോരാത്തതിന് ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി പേരോട് ഇങ്ങനെ പറയാനും ഒക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇതുപോലെ സ്റ്റുഡിയോയിൽ വന്നിരുന്നപ്പോൾ എനിക്ക് നെഞ്ചുവേദന പോലെ ഭയങ്കര നെഞ്ചെരിച്ചിൽ വന്നു. അപ്പം ഞാനിങ്ങനെ ദൈവമേ ആരും സഹായത്തിനില്ല, ഭയങ്കര നെഞ്ചെരിച്ചിൽ, എന്താണെന്ന് അറിയില്ലല്ലോ ഒന്ന് കരുതി അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ചേച്ചി വന്നപ്പോൾ ഞാൻ പറയട്ടെ എനിക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം, ഭയങ്കര നെഞ്ചുവേദന, സഹിക്കാൻ പറ്റുന്ന നെഞ്ചുവേദന അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ ഞങ്ങളുടെ തൊട്ടടുത്ത് അർത്തിങ്കൽ ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സിസ്റ്റർ, ഗൈനക്കോളജിസ്റ്റ്, ഇപ്പം അവിടെ സിസ്റ്ററിനെ കാണണമെങ്കിൽ തന്നെ ഭയങ്കര തിരക്കാണ്. പക്ഷെ അന്ന് എന്തോ തിരക്കൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറി കാണാനായിട്ട് പറ്റി. അപ്പം സിസ്റ്ററിനോട് ഞാൻ ഇതുപോലെ പറഞ്ഞു, സിസ്റ്റർ നെഞ്ചരിച്ചില്ല. അപ്പോൾ സിസ്റ്റർ ഗ്യാസിൻ്റെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സഹിക്കാൻ പറ്റുന്നില്ല, അത് മരുന്ന് തരാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം സിസ്റ്ററിനോട് ഞാൻ സിസ്റ്റർ എനിക്ക് പീരീഡ്സൊക്കെ കുറേ നാളായിട്ട്, അപ്പം അതിനും കൂടെ ഒന്ന് മരുന്ന് തന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു എത്ര നാളായിക്കാണ്? ഞാൻ പറഞ്ഞു ഒരു 1 ഇയർ കഴിഞ്ഞു കാണുമെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല, കുറേ നാളായി എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അന്ന്, അപ്പോൾ സിസ്റ്ററിൻ്റെ നോക്കുന്ന ഞാൻ തൊട്ട് പറ്റുന്ന ഒരു സ്കാനറുണ്ട് സ്കാൻ ചെയ്യാനുള്ള. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു നീ ഒന്ന് അങ്ങോട്ട് കിടന്നേ, ഒന്ന് സ്കാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പം സ്കാനർ വെച്ച് സിസ്റ്ററിനെ സ്കാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കൂട്ടത്തിൽ നിന്ന് നേഴ്സിങ്ങിന് നിന്ന് ചിരിക്കുവാണ്. അപ്പം ഞാനോർത്ത് ഇവരെന്താ ഇങ്ങനെ ചിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എന്നോട് പറയുവാണ്, ഡോക്ടറാണ് സിസ്റ്റർ എന്ന് ഉദ്ദേശിച്ചതാണ്, അപ്പം ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് പറയുവാണ് എടി ഏകദേശം ആണ്, ഇത് കറക്റ്റല്ല, എന്നാലും നാളെ പോയി ഒന്ന് സ്കാൻ ചെയ്യണം, ഏകദേശം ഒരു 7 മാസമായ ഒരു ബേബി നിൻ്റെ വയറ്റിൽ ഓടി നടക്കുന്നുണ്ടെന്ന്. 7 മാസമായുള്ള ബേബി. അതായത് നിങ്ങളൊന്ന് ചിന്തിക്കണം, ആദ്യത്തേത് ഫുൾ ബെഡ് റെസ്റ്റ്, കിടപ്പ് കിടക്കുവാണ്, അനങ്ങാൻ പാടില്ല, ചരിയാൻ പാടില്ല, ചരിഞ്ഞാൽ പോകുമെന്നുള്ള രീതിയിൽ എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് മരുന്ന് തന്ന് അങ്ങനെയാണ് ആദ്യത്തെ കുഞ്ഞുണ്ടായത്.
അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി എടുത്ത ആ നിമിഷം മുതൽ മാതാവിൻ്റെ പ്രൊട്ടക്ഷനിൽ, മാതാവിൻ്റെ സംരക്ഷണത്തിൽ ആ കുഞ്ഞ് എൻ്റെ വയറ്റിൽ 7 മാസം വരെ, അത് ജിമ്മിൽ പോയുള്ളവർക്ക് അറിയാം അവിടുത്തെ വർക്കൗട്ട് എന്താണെന്നുള്ളത്. വെയിറ്റ് മുതുകത്തോട്ട് വെച്ച് വരും, 10-20 കിലോ ഉണ്ടാവും, കുനിയുക താഴുക, ഭയങ്കര വർക്കൗട്ടാണ്. സ്ട്രെച്ച് ചെയ്യും നമ്മളെ കമഴ്ത്തി കിടത്തിക്കൊണ്ട്, 7 മാസമായിട്ടുള്ള വയറും കൊണ്ട് അങ്ങനത്തെ സ്ട്രെച്ചിങ്ങും അതൊക്കെ ഞാൻ കുറേയേറെ വർക്കൗട്ട് ചെയ്തു. എന്നിട്ട് പോലും കുഞ്ഞുവാവയ്ക്കൊന്നും സംഭവിക്കാതെ, അത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമായിരുന്നു അത്. ആ കുഞ്ഞ് അങ്ങനെ എൻ്റെ ഉദരത്തിലുണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞപ്പോൾ കേട്ടവർക്ക് എല്ലാവർക്കും ചിരിയായിരുന്നു. കാര്യം തലേ ദിവസം വരെ ഞാൻ വർക്കൗട്ടിന് പോയതാണ്. അപ്പം എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു അത്. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ജിമ്മിലോട്ട് പോയില്ല. 7 മാസമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു പേടി പോലെ അങ്ങനെ വാവയും കൊണ്ട് അങ്ങനെ നിന്ന് ഒരു 9 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇതുപോലെ ഡോക്ടർ പറഞ്ഞു, ആദ്യത്തെ സിസേറിയൻ ആയതുകൊണ്ട് ഇതും സിസേറിയൻ ആയിരിക്കും, അതുകൊണ്ട് നേരെ നമുക്ക് സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ പ്രഷർ പോലെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ റെഫർ ചെയ്യുവാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് പോകാതെ നേരെ കടപ്പുറ ഹോസ്പിറ്റലിലോട്ടാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഇവിടെ നിർത്തി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടും പോകാം എന്നും കരുതി ഇങ്ങോട്ട് കയറിയപ്പോൾ അച്ഛൻ ബ്ലെസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അൾത്താരയിൽ. അപ്പം എന്നോട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഒരു ചേച്ചി, അപ്പം നിറയെ വയറൊക്കെയായി എനിക്ക്, അപ്പം ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് മോള് പോകാൻ പറഞ്ഞു. അങ്ങനെ നേരെ അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്തു. അച്ഛൻ ബ്ലെസ് ചെയ്തിട്ടാണ് എന്നെ അനുഗ്രഹിച്ചാണ് അച്ഛൻ വിട്ടത്. അവിടെ ചെന്ന് സിസേറിയൻ ചെയ്തതിന് ശേഷം ആൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കങ്ങ് സന്തോഷം. ഞാൻ മാതാവിനോട് ചോദിച്ചത് മാതാവിൻ്റെ കയ്യിലിരിക്കുന്ന പോലത്തെ തന്നെ ഉണ്ണീശോയെ പോലെയുള്ള ഒരു കുഞ്ഞിനെയാണ്. അപ്പം ആ കുഞ്ഞിനെ എൻ്റെ കയ്യിലോട്ട് കിട്ടിയപ്പോഴേ എനിക്ക് പറയാനറിയില്ല, കുഞ്ഞിൻ്റെ മുടിയൊക്കെ നമ്മുടെ ഉണ്ണീശോയുടെ മുടി പോലെ ചുരുണ്ടത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇത് കണ്ട കുഞ്ഞാവയുടെ മുടി കണ്ട, അതുപോലെ തന്നെ ചുരുണ്ട മുടിയുള്ള കുഞ്ഞ്, അതേ ഉണ്ണീശോയെ തന്നെ മാതാവ് എൻ്റെ കയ്യിലോട്ട് വെച്ച് തന്നു. ഞാൻ ആ ഉടമ്പടിയിൽ പറഞ്ഞതുപോലെ തന്നെ ആ ഉണ്ണീശോയെ തന്നെ എൻ്റെ കയ്യിലോട്ട് എനിക്ക് വച്ച് തന്നു. അതിനുശേഷം ഡെലിവറിയുടെ ആ സമയത്ത് തന്നെ എനിക്ക് പാലില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ഇതുപോലെ, ഞാനും ചേച്ചിയും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴേക്കും ഒട്ടും പാലില്ല, കുഞ്ഞിന് കൊടുക്കാൻ പോലും ഒരു അംശം പോലും പാലില്ല. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് ചേച്ചി എന്നോട് പറഞ്ഞു, നമുക്ക് ഉടമ്പടി പ്രാർത്ഥന ചെല്ലാം, മാതാവ് എന്താണേലും നീ പറഞ്ഞത് മാതാവ് തന്ന കുഞ്ഞാണെന്നല്ലേ, ഉണ്ണീശോയല്ലേ, അപ്പോൾ എന്താണേലും ഉണ്ണീശോയ്ക്കുള്ള പാല് കിട്ടണമല്ലോ. അപ്പോൾ എനിക്കൊട്ടും പാലില്ല, ഒരു അംശം പോലും ഇല്ല, കൊച്ചു കരച്ചിൽ. അപ്പോൾ ആ സമയത്ത് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ആർക്കും പാല് പൊതുവെ കുറവാണ് ആ സമയം. അപ്പോൾ ഒരു പെണ്ണ് ഞങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഞങ്ങളോട് ഇങ്ങോട്ട് വന്നിട്ട് പറയുവാണ്, ചേച്ചി എന്താണ് കൊച്ചു കരയുന്നത്? ഞാൻ പറഞ്ഞു, പാലില്ല, പൊടിപ്പാൽ കലക്കിയാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ പെങ്കൊച്ച് പറയുവാണ്, ചേച്ചി എനിക്ക് ഇങ്ങനെ പാല് കവിഞ്ഞൊഴുകി പോകുവാണ്, ഞാൻ തരട്ടെ കൊച്ചിന് പാലെന്ന്. അപ്പോൾ ഉടമ്പടി പ്രാർത്ഥന ഞാൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞില്ല, പെട്ടെന്ന് മറന്നുപോയൊരു കാര്യമാണ്. അപ്പോൾ ചേച്ചി ഞാനും കൂടെ ആ നിമിഷം കരഞ്ഞവിടെ ഇരുന്നേ. ചേച്ചിയും കൂട്ടത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ, അവിടെ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ നിമിഷം അവിടെ ഇരുന്ന് കരഞ്ഞു. കാര്യം ഒട്ടും ആ കൊച്ചിങ്ങോട്ട് വന്ന് പറയുക ചെയ്തേ. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് പോരുന്നത് വരെ ആ പെൺകുട്ടി പാല് ടോയ്ലറ്റിൽ പോയി ഗ്ലാസിൻ്റെ അകത്ത് പിഴിഞ്ഞ് കൊണ്ടുവന്ന് ഞങ്ങൾ പോരുന്നത് വരെ എൻ്റെ കുഞ്ഞിന് തരുമായിരുന്നു ആ കൊച്ചി. അത് ഞാൻ ഓർക്കുവാണ്, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഈശോ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞിട്ട് പോയി, ആദ്യത്തെ കുഞ്ഞിന് പാലില്ലായിരുന്നു, അപ്പോൾ എൻ്റെ കുഞ്ഞിന് പാല് എനിക്കറിയാൻ പാടില്ല മാതാവേ. പക്ഷേ ആ കുഞ്ഞ് കരഞ്ഞ നിമിഷം മുതൽ ആ കൊച്ച് പാല് തരാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പോരുന്നത് വരെ ഞാൻ ആ കൊച്ചിനും ഡ്രസ്സൊക്കെ വാങ്ങിച്ച് ഒരു ഗിഫ്റ്റ് പോലെ കൊടുത്തിട്ടാണ് പോകുന്നത്, എന്തെങ്കിലും കാണണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പാല് തന്ന് സഹായിച്ചു. വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് പാലുണ്ട്, കുഞ്ഞിന് കൊടുക്കാൻ മാത്രമുള്ള പാൽ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കുഞ്ഞ് വളർന്നതേ, കുഞ്ഞിപ്പോൾ ഇത്രയായി. ഈ ഒരു സമയമാണ് എനിക്ക് കുഞ്ഞിനെയും കൊണ്ടുവന്ന് അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് കിട്ടിയ അവസരം. പിന്നെ ഇവൻ ഒത്തിരി അത്ഭുതമാണ് ഇവൻ്റെ കാര്യത്തിൽ. ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി 9 മണി വരെയൊക്കെ ഞാൻ ഇരിക്കും. അപ്പോൾ കുഞ്ഞുമായിട്ടാണ് പോകുന്നത്, വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് കൊച്ചിനെയും കൊണ്ടാണ് പോകുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് എല്ലാ ദിവസവും പ്രാർത്ഥന എത്തിച്ചിട്ട് എൻ്റെ വയറിൽ ഞാൻ
എപ്പോഴും നമ്മുടെ ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ എന്നും ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ഞാൻ ഡെലിവറിക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഡോക്ടറിനോട് ചോദിച്ച ഒരു കാര്യമുള്ളൂ, ഡോക്ടറെ എനിക്ക് ആ കാശ് രൂപ ഒന്ന് ഓപ്പറേഷൻ സമയത്ത് എൻ്റെ തലയ്ക്കലൊന്ന് വയ്ക്കാനായിട്ട് എന്നെ അനുവദിക്കാവോ എന്ന് ചോദിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞില്ല, അത് സമ്മതിക്കില്ല, അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഞങ്ങളൊന്നും അനുവദിക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ആ സമയമായപ്പോഴേക്കും എന്നോട് പറഞ്ഞു, എന്നോട് ആവശ്യപ്പെട്ടതല്ലേ അത് വച്ചോ എന്നും പറഞ്ഞ് മാതാവിൻ്റെ രൂപ എൻ്റെ കയ്യിലോട്ട് കൊണ്ടുവന്ന് തന്നു. നമ്മളുടെ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന കാശ് രൂപം അതുകൊണ്ടുവന്ന് എൻ്റെ കയ്യിലേക്ക് തന്നു. ആ ഉടമ്പടി കാശ് രൂപമായിട്ടാണ് എൻ്റെ സിസേറിയൻ നടന്നത് ഒക്കെ. അതുകൊണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഓർമ്മ പോകുന്ന സമയത്തൊക്കെ എന്തോ ഒരു നീലപ്രകാശം എന്നിലേക്ക് വന്നിട്ട് എന്നെ ഇങ്ങനെ റൂമിൻ്റെ 4 ചുവരും എന്നെ ഇങ്ങനെ മുട്ടിച്ച് കൊണ്ട് നടന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ഭയങ്കര ബ്ലെസ്സിങ് ആണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കുണ്ടായത്. പറഞ്ഞാൽ തീരാത്തത്ര അനുഗ്രഹം. പിന്നെ ഞാൻ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ബബിൾസ്, ഒരു ബോൾ കുഞ്ഞിന് കളിക്കാനായിട്ട് ഒരു ബോൾ, അതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാം ബബിൾസ് ബോളാണത്, നിറയെ ബബിൾ, അതായത് 10-35 ബബിൾ ഉണ്ടാവും അതിൻ്റെ അകത്ത്. ജെല്ല് ബോൾ എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അത് കുഞ്ഞിനെ ഞാനിങ്ങനെ കളിക്കാനിട്ട് കൊടുത്തിട്ട് എൻ്റെ ജോലി ഞാൻ ചെയ്യുക സിസ്റ്റത്തിൽ. അപ്പോൾ ഇവനിങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അതൊരിക്കലും പൊട്ടില്ല, അങ്ങനെ പൊട്ടുന്ന പറഞ്ഞാൽ അവർ നെറ്റിൻ്റെ അകത്തുള്ള ബോളാണ്. പക്ഷേ ഞാനെപ്പോഴും എൻ്റെ കാലിൻ്റെ അടുത്തോട്ടൊരു ഇതിൻ്റെ അകത്തുള്ള ഒരു ബബിൾ ഉരുണ്ട് എൻ്റെ കാലിൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം ആ ബോൾ വന്നപ്പോഴേക്കും ഞാൻ ചോദിച്ചു, അപ്പോൾ ഇതിൻ്റെ പുറകെ ഇവൻ നിരങ്ങി വന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ കുഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ അവൻ അതെടുത്ത് വായിലോട്ടിട്ടു. ചെറിയ ബബിൾ, ഒരു മുത്തിൻ്റെ അത്രയുള്ള ബബിൾ, അതെടുത്ത് അവൻ വായിലേക്ക് ഇട്ടു. അപ്പം ഞാൻ, ദൈവമേ നീ വിഴുങ്ങിയോ ഇത് ഒന്ന്. അപ്പം ഞാനോർത്ത് ഇത് എവിടെ നിന്ന് വന്നെന്ന് പറഞ്ഞ് ചെന്ന് ബോൾ നോക്കിയപ്പോൾ ബോൾ empty ആണ്, ഒന്നുമില്ല അതിൻ്റെ അകത്ത്. അതായത് ഒരു 10-35-40 ജെല്ലടങ്ങുന്നതാണ് ഒരു ബോൾ. ആ ബോളിൻ്റെ അകത്ത് ഫുള്ളും ഇവനങ്ങ് കഴിച്ചു. എനിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ചാടി പോരുവാണ് അതിൻ്റെ അകത്തുനിന്നേ. അങ്ങനെ ഇവൻ ഫുള്ളത് കഴിച്ചു. അപ്പം എനിക്ക് എന്ത് ചെയ്യണമെന്നല്ലോ, 9 മണിയായി, ഹസ്ബൻഡ് കൂട്ടത്തിലില്ല. ദൈവമേ ഞാൻ എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള ഒരു കടക്കാരനോട് പറഞ്ഞപ്പോൾ ആ ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ വേറെ ആരോടും പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കടയുടെ വാതിക്കെ കൂടും, എത്രയും പെട്ടെന്ന് കൊച്ചിനൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. നേരെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞല്ലോ ആർത്തിങ്കൾ ഹോസ്പിറ്റലാണ്. അവിടെ ചെന്നപ്പോൾ കുഞ്ഞിനെ എടുത്തില്ല. അവർ പറഞ്ഞു വയറ് കഴുകേണ്ടി വരും, ട്യൂബ് മൂക്കിലൂടെ ഇട്ട് വയറ് കഴുകേണ്ടതായിട്ട് വരും, പെട്ടെന്ന് കൊച്ചു അസ്വസ്ഥത കാണിക്കുന്നതിന് മുന്നേ കൊച്ചിനെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് പറഞ്ഞാൽ അവർ വിട്ടു. നേരെ നമ്മുടെ ചേർത്തലയിൽ തന്നെ 3-4 ഹോസ്പിറ്റലുണ്ട്, എക്സ്റേ കേവിയും അതിൽ എല്ലായിടത്തും കൊച്ചിനെ കൊണ്ടുപോയി, ഒരിടത്തും കുഞ്ഞിനെ എടുത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചേച്ചിയും ഉടമ്പടിയിലാണെന്ന് ചേച്ചിയെ ഞാൻ വിളിച്ചു സഹായത്തിനായിട്ട്. അപ്പോൾ അവൾ ഓടി വന്നു. അങ്ങനെ അവളും ഞങ്ങൾ 3 പേരുമായിട്ടാണ് പോകുന്നത്. ഹസ്ബൻഡിൻ്റെ ഒരു കൂട്ടുകാരനും കാറുമായിട്ട് വന്നു. അങ്ങനെ നേരെ അവിടെ ചെന്നു. 3 ഹോസ്പിറ്റൽ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, കോട്ടയത്ത് കുട്ടികളുടെ മാത്രമായിട്ടൊരു ഹോസ്പിറ്റലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഇവിടുത്തെ KVMലെ ഡോക്ടർ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൊച്ചിനെ പെട്ടെന്ന് എത്തിക്കെന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നൊന്നുമില്ല. അപ്പം ചേച്ചി കയറിയപ്പം മുതൽ ചേച്ചി ഈ ഉടമ്പടി വസ്തുക്കളായ നമ്മുടെ തൈലം, ഉപ്പ് എല്ലാമായിട്ട് അവൾ പെട്ടെന്ന് കയറിയത് വന്ന് വണ്ടിയിലേക്ക്. എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ല, എൻ്റെ കയ്യിൽ കാശ് രൂപം മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എല്ലാം വീട്ടിലാണല്ലോ. അപ്പോൾ ഇവൾ പെട്ടെന്ന് വന്ന് അങ്ങനെ കയറി. അപ്പോൾ ഇവൾ കയറിയപ്പം മുതൽ കുഞ്ഞിൻ്റെ നെറ്റിക്ക് ഇവളിങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. മാതാവേ, കൊച്ചിനൊരു ടാബ്ലറ്റ് പോലും കൊടുക്കാനായിട്ട് ഇടവരുത്തരുത്, ഡോക്ടർമാരൊന്നും എൻ്റെ കൊച്ചിനെ ചെയ്യരുത്, എൻ്റെ കൊച്ചിനെ ഇങ്ങോട്ട് തിരിച്ച് തന്നേക്കണം, ഒരു കുഴപ്പമില്ലാതെ തന്നേക്കണം, ഇതുപോലെ തന്നെ തന്നേക്കണമെന്ന്. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് വണ്ടിയിലിരുന്ന് ഇവളോട് ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ ആലോചിക്കുവാണേ, ഹോസ്പിറ്റലിൽ കൊണ്ടുചെല്ലുന്ന എന്തിനാ, നമ്മളൊരു ടാബ്ലറ്റെങ്കിലും കൊടുക്കണമല്ലോ, എന്നാലല്ലേ ഇതൊക്കെ മാറുള്ളൂ. അപ്പം വയറ് കഴുകണം. അപ്പം ഇവൾ പറയണം ഒന്നും ചെയ്യരുത്, എൻ്റെ കൊച്ചിനെ ഒന്നും ഉപദ്രവിക്കരുത്, ഒരു രീതിയിലും കൊച്ചിനെ വേദനിപ്പിക്കരുത്, അവനൊരു പാവം കുഞ്ഞാണ്. അപ്പം എന്നിട്ട് ഇവളിങ്ങനെ തൊട്ടുണ്ടാക്കി ഇരിക്കുക, കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുക. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഡോക്ടർമാരെല്ലാവരും അവിടെ സജ്ജരായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒബ്സർവേഷനിലേക്ക് ഇരുത്തി. അപ്പോഴും അപ്പോൾ എക്സ്റേ എടുത്തു, സ്കാൻ ചെയ്തു, പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞ് ജെല്ലായതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റത്തില്ല, വയറിൻ്റെ അകത്തായതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റില്ല, കുഴപ്പമില്ല, ഒബ്സർവേഷനിൽ ഇരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും ജെല്ല് വിഴുങ്ങിയതല്ല, 35-40 ജെല്ലോളം കുഞ്ഞ് വിഴുങ്ങിയതാണ്. അപ്പോൾ ഞാനും ചേച്ചിയും ഭയങ്കരമായിട്ട് പേടിച്ച് പ്രാർത്ഥനയിൽ കൊണ്ട് തന്നെ ഇരിക്കുവാണ്. ഇവളിങ്ങനെ കൊണ്ടുപോയ ഇത് നമ്മുടെ എണ്ണ തീർന്നു, ഇവൾ കുരിശ് വരച്ച് അങ്ങനെ ഇവൾ വയറിലൊക്കെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുവാണ്. അങ്ങനെ അപ്പം ഞാൻ ചോദിച്ചു എന്താണ് കുഞ്ഞിനെ ഒന്നും നോക്കാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, മെയിൻ ഡോക്ടർമാർ രാവിലെ വരെ നിങ്ങൾ ഒബ്സർവേഷനിൽ ഇരിക്കും, കുഞ്ഞ് എന്തെങ്കിലും വൊമിറ്റ് ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ ലൂസ് മോഷൻ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്ന് കരുതി മാറ്റി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. പക്ഷേ കൊച്ചങ്ങനെ കാണിക്കാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു ഇവർ ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങളങ്ങനെ ഞാനിപ്പോൾ പറയുകയും ചെയ്തു, സർക്കാർ ഹോസ്പിറ്റലായതുകൊണ്ടാണോ ചേച്ചി ഇതുപോലെയൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇരിക്കുക. പക്ഷേ ഞങ്ങൾ അങ്ങനെ കിടന്ന് കുഞ്ഞുറങ്ങി. നേരം വെളുത്തപ്പോൾ മെയിൻ ഡോക്ടർമാർ വന്നു.
മെയിൻ ഡോക്ടർമാർ വന്നിട്ട് എന്നെ കണ്ടിട്ട് അവർ ചിരിക്കുവാണ്. ഇത്രയും ജെല്ല് വിഴുങ്ങി എടി ഒന്നും കുഞ്ഞിന് രാത്രിയൊന്നും കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അവൻ ഉറങ്ങി നന്നായിട്ടെന്ന് പറഞ്ഞു. അന്നേ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പം എനിക്കങ്ങ് ഭയങ്കര അത്ഭുതമേ. ഡോക്ടർ പരിശോധിച്ചില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടറെ കുഞ്ഞ് ഇത്രയും ജെല്ല് വിഴുങ്ങിയതല്ലേ? അപ്പം പറയുവാണേ പിന്നെ അതവൻ അപ്പിടുമ്പോഴേക്കൊക്കെ പൊക്കോളും, മലം പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ പോകും. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടറെ വയറ്റിൽ നിന്ന് പോകാനായിട്ടെങ്കിലും ഒരു ടാബ്ലറ്റ് അവനൊന്നും വേണ്ട, അത് തനിയെ പൊക്കോളൂ എന്ന്. അപ്പോൾ എനിക്കങ്ങ് അത്ഭുതം അടക്കാനായില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ചേച്ചി എന്താണോ അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഒരു മരുന്ന് പോലും ഇല്ലാതെ എൻ്റെ കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്തു. വീട്ടിൽ വന്ന് അവൻ്റെ വയറ്റിൽ നിന്ന് പോയപ്പോഴേക്കും മലം കാണാത്ത രീതിയിൽ ജെല്ലുകൾ മൊത്തം മഞ്ഞ, പച്ച, നീല. അപ്പം വിഴുങ്ങിയത് എന്തൊക്കെയാണ്, അത് ഒരു കടുകിൻ്റെ രൂപത്തിൽ ഇങ്ങനെ മൊത്തമായിട്ട് പുറത്തേക്ക് വന്നു. അപ്പം അതും എൻ്റെ കുഞ്ഞിനെ മാതാവ് സംരക്ഷിച്ചതാണ്. മാതാവിൻ്റെ അനുഗ്രഹം ഒത്തിരിയാണ്. പിന്നെ വീടിൻ്റെ കാര്യം, വീട് എനിക്ക് ലഭിച്ചു. അതും ഇതുപോലെ തന്നെ എനിക്ക് കിട്ടിയിരുന്ന, എനിക്കൊരു 3 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അത് നേരെ സർക്കാരിലേക്ക് ആ സമയത്ത് തന്നെ, ഞാൻ ഉടമ്പടി വെച്ച ആ സമയത്ത് തന്നെ വന്നതുപോലെ എൻ്റെ പൈസയൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും അത് സർക്കാർ ഏറ്റെടുത്താണ്. പുനർഗേഹം എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രകാരം എനിക്കൊരു വീട് ലഭിച്ചു. ആ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞു. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു സാക്ഷ്യം പറയാനായിട്ട്. അങ്ങനെ എൻ്റെ ഹൗസ് വാമിങ്ങും കഴിഞ്ഞു. അപ്പം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയാണ്. പിന്നെ എന്നിലൂടെ എൻ്റെ അനിയത്തിക്കും അനുഗ്രഹങ്ങൾ ലഭിച്ചു. അവളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇറ്റലിയിലേക്കുള്ള വിസയുമായിട്ടാണ്. ഞാൻ അവളുടെ കയ്യിലോട്ട് മൈക്ക് കൊടുക്കുവാണ്. ബാക്കിയുള്ളത് അവൾ പറയും. എൻ്റെ പേര് സിനി റോയ്. ഞാൻ വരുന്നത് അരൂർ സെൻറ്റ് അഗസ്റ്റിൻസ് ഇടവകയിൽ നിന്നാണ്. ഞങ്ങൾ 4 പെൺകുട്ടികളാണ്. ഏറ്റവും ഇളയതാണ് ഞാനാണ് സാമ്പത്തികമായിട്ട് ഇത്തിരി പിന്നിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മൂത്ത ചേച്ചി ഇറ്റലിലാണ്. അപ്പോൾ ചേച്ചി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയുവാണ്, നിനക്ക് ഇറ്റലിക്ക് വരുന്നോന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കതിനുള്ള പൈസയൊന്നുമില്ല, ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതിനുള്ള സാമ്പത്തികം റെഡിയാക്കാനും കുറച്ച് ഗോൾഡ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് വീട് വയ്ക്കണമെന്നും പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഇപ്പോൾ വീടിൻ്റെ കാര്യം വെക്കണ്ട, നീ ഇറ്റലിക്ക് കയറി വാ, അപ്പോൾ ഇതെല്ലാം നിനക്ക് നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചേച്ചിയാണ് ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് നീ ഉടമ്പടി എടുത്തിട്ട് എന്ത് കാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ വന്ന് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ ആഴ്ചയിൽ തന്നെ ഇറ്റലിക്കുള്ള പേപ്പറുകളെല്ലാം ഫ്യൂസി വിസ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ മൂത്തേച്ചി അതെല്ലാം ചെയ്തതിന് ശേഷം കുറേ നാളായിട്ടും എനിക്കിതിനെപ്പറ്റി ഒന്നും വരുന്നില്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇത് പോയി, ഇനി ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 3 മാസമായി. ഞാൻ വീണ്ടും ഇവിടെ വന്നിട്ട് മാതാവിൻ്റെ അടുക്കെ പറഞ്ഞു, മാതാവേ, ഞാൻ ഒന്നുകൂടി ഉടമ്പടിയിൽ വയ്ക്കുവാണ്, എനിക്ക് ഇറ്റലിക്ക് പോകണം. അപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, നീ ഇറ്റലിക്ക് പോകാൻ വേണ്ടി പേപ്പർ വെച്ചില്ലേ, ഒന്നും ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാനിവിടെ വന്നിട്ട് ഉടമ്പടിയിൽ വെച്ചിട്ട് ഞാൻ പറയുവാണ്, മാതാവ് എനിക്ക് വേഗം റെഡിയാക്കി തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ മുംബൈ കോൺസുലേറ്റിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂവിനുള്ള അപേക്ഷ വന്നു. ഞാൻ അവിടേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഇംഗ്ലീഷിലും ഇറ്റാലിയനിലുമാണ് സംസാരിക്കുന്നത്. ഇത് രണ്ടും എനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ല, എനിക്ക് ഭാഷ സംസാരിക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് ആ മാഡം എന്നോട് പറഞ്ഞു, മോളെ വിഷമിക്കണ്ട, ഞാൻ ഒരു മലയാളത്തിൽ സംസാരിക്കുന്ന ഒരാളെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മാഡമാണ് എൻ്റെ അടുക്കൽ വന്ന് എല്ലാ കാര്യവും സംസാരിക്കുന്നത്. അത് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അവരെന്നോട് അവിടുത്തെ ഭാഷയിൽ ഗ്രാസ്തി, അതായത് നന്ദി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ഞാൻ ഭാഷ പഠിച്ചു തന്നെ ഉള്ളൂ, ചാവോ എന്ന ലാസ്റ്റ് പറഞ്ഞ്, അതായത് ഹലോ എന്നാണ് ഞാൻ പറഞ്ഞിട്ട് തിരിച്ചു പോരണേ. അപ്പം തന്നെ എനിക്കറിയാം എനിക്കിത് കിട്ടില്ല, ഞാൻ തോറ്റു. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുക്ക് വന്നിട്ടും പറഞ്ഞു, റോയ്, നമ്മൾ വന്നത് വെറുതെ ആയിപ്പോയി, എനിക്കിത് കിട്ടത്തില്ല, എനിക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് പറഞ്ഞു, ഞങ്ങൾ തിരികെ പോന്നു. അപ്പോൾ എല്ലാവർക്കും സങ്കടമായിപ്പോയി. ഇവിടം വരെയും പോയിട്ട് ഇതൊന്നും കിട്ടിയില്ലല്ലോ എന്നോർത്ത് ഭയങ്കര വിഷമമായി. അങ്ങനെ തിരികെ ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ അടുക്കെ വീണ്ടും ഓടി വന്നു. മാതാവിൻ്റെ അടുക്ക് വീണ്ടും പറഞ്ഞു, മാതാവേ, ഇത് കിട്ടത്തില്ലെന്നറിയാം, എന്നാലും ഞാൻ പറയുവാണ്, ഈ വിസ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കിലേക്ക് ഓടി വരുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മുംബൈ കോൺസുലേറ്റിൽ നിന്ന് നേരിട്ട് എന്നെ വിളിച്ചിരിക്കുവാണ് ആ മാഡം. മോള് തന്നൊരു പേപ്പർ അത് തെറ്റാണ്, വേറൊരു പേപ്പർ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു.
അപ്പം നീ VFSൽ കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കാൻ മേഡം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ, അപ്പോൾ 5 മണിയാകാൻ പോകുന്നു, 5 മണി വരെയുള്ളൂ VFS. ഞങ്ങൾ 5 മണിക്ക് അവിടെ എത്തി. ഇത് കൊടുക്കണ നേരത്തെ അവരെന്നോട് പറയുക, നിങ്ങൾ ആരാ വിളിച്ചത്? അപ്പം ഞാൻ പറഞ്ഞു, എന്നെ ഇങ്ങനെ മുംബൈ കോൺസുലേറ്റിൽ നിന്ന് എന്നെ വിളിക്കുവാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കോൾ ഒരിക്കലും മുംബൈ കോൺസുലേറ്റിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റ് വിളിക്കത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കണത് നിങ്ങൾ വെച്ചിരിക്കുന്ന ഏജൻസിയിലോട്ടാണ് വിളിക്കണതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏജൻസിക്കാരല്ല എന്നെ വിളിച്ച് പറഞ്ഞത് മുംബൈ കോൺസുലേറ്റിൽ നിന്നാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് ഫേക്ക് കോളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചുമ്മാ അപ്പം തന്നെ എന്തൊക്കെയാണ് അവർ തന്നെ പേപ്പറുകളെന്നറിയാൻ വേണ്ടി ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. ആ റെക്കോർഡ് ഞാൻ അവിടെ കാണിച്ചു. ഞാൻ പറഞ്ഞു, ഇതാണ് അവരെന്നെ വിളിച്ചതിൻ്റെ റെക്കോർഡെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുക, ഇത് മലയാളത്തിലാണല്ലോ, ഒരിക്കലും മലയാളത്തിൽ നിന്ന് ഇന്ന് അങ്ങനെ ഒരു കോള് മുംബൈ കോൺസുലേറ്റിൽ നിന്ന് വരില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ അവിടെ നിന്ന് വിളിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു വേഗം ഒരു ഇംഗ്ലീഷിലൊരു ലെറ്റർ എഴുതി എനിക്കിവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലേക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ അപ്പം തന്നെ ഇംഗ്ലീഷിലൊരു ലെറ്റർ ടൈപ്പ് ചെയ്തു. ഇതും ആ പേപ്പറുമായിട്ടാണ് അവിടെ വയ്ക്കുന്നത്. അത് കൊടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ വിസ അടിച്ച് എനിക്ക് വന്നിരിക്കുകയാണ്. ഞാൻ അപ്പം തന്നെ എൻ്റെ അവിടെ നിന്ന് പറഞ്ഞിരുന്നു, ഇത് നടക്കുവാണെങ്കിൽ ഇത് വലിയൊരു മിറാക്കിൾ തന്നെയാണ്. ഞാൻ എൻ്റെ അമ്മയുടെക്ക് കൊണ്ടുവന്നിട്ട് ഇത് കാണിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ വിസയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. FUC വിസയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും കിട്ടുന്ന പോലത്തെ വിസയല്ല, അവിടുത്തെ പേപ്പറോട് കൂടിയുള്ള വിസയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊള്ളുന്നു. കാരുണ്യ പ്രവൃത്തികൾ എനിക്ക് കിട്ടുന്ന പത്രം ഞാൻ അക്രൈസ്തവരുടെ ഇടയിലും ഹോസ്പിറ്റലുകളിലും എല്ലാം കൊണ്ടുവന്ന് ഞാൻ കൊടുക്കും. പിന്നെ സ്റ്റുഡിയോയിൽ വരുന്ന ആരെയും ഞാൻ ഇത് പറയാതെ വിടാറില്ല. എനിക്ക് കിട്ടിയ കാരുണ്യ പ്രവൃത്തികളും എനിക്ക് കിട്ടിയ കാര്യങ്ങൾ ഞാൻ ഈശോയുടെ നാമത്തിൽ അവർ പറഞ്ഞ് കേൾപ്പിക്കും. എല്ലാവർക്കും അറിയാം. ഈ ഒരു കഥ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും അറിയാം. കുഞ്ഞുവാവയുടെ കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവരോടും ഞാനിത് പറയാറുണ്ട്. പിന്നെ എന്നെ കഴിയാവുന്ന വിധത്തിൽ ഞാൻ എല്ലാവരെയും സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. ഞാനത് ആരോടും പറയാറില്ല. ആരെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് പോലും അറിയാൻ പാടില്ല. അവരെന്നെ കളിയാക്കും, നീ ഒരാൾക്ക് പോലും പൈസ കൊടുക്കില്ലെന്ന്. പക്ഷേ ഞാൻ എല്ലാവർക്കും മാതാവിന് തിരുനടയിൽ നിന്ന് പറയുവാണ്, എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ പൈസ കൊടുത്ത് എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കും. പിന്നെ മറ്റുള്ളവരെ പ്രായമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ചു കയറ്റാനും ഇറക്കാനും ഒക്കെ എന്തെങ്കിലും ഞാൻ എല്ലാവരോടും പറയും. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എന്നെയും കൂടെ വിളിച്ചേക്കണേന്ന് പറയും. എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ഞാൻ എല്ലാവരെയും സഹായിക്കും. പത്രങ്ങളൊക്കെ ഞാൻ കൊണ്ട് അവിടെ നിന്ന് കൊടുക്കും. അച്ഛൻ്റെ ടോക്ക് കേൾക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. എല്ലാ ദിവസവും അച്ഛൻ്റെ ടോക്ക് കേൾക്കും, ബൈബിള് വായിക്കും. എല്ലാ കാരുണ്യപ്രവൃത്തികളിലും ഞാൻ പങ്കെടുക്കും, പ്രാർത്ഥിക്കും. എല്ലാവർക്കും വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ ആവശ്യവും കൂടെ കൂട്ടി ഞാനത് പറഞ്ഞ് മാതാവിനോട് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഈശോയെ നന്ദി. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 21-ാം അധ്യായം 9-ാം തിരുവചനം അരുളി ചെയ്തെന്നു, കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അപ്പനെയാണ്, ഒരു പിതാവിനെയാണ് നാം ഈ സുവിശേഷ ഭാഗത്ത് കാണുക. രാത്രി മുഴുവനും അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നൊക്കെ പ്രമുഖനായ പത്രോസ് പറയുമ്പോൾ ഈശോ കൊടുക്കുന്ന നിർദ്ദേശമനുസരിച്ച് വീണ്ടും വലയിറക്കുകയും അങ്ങനെ അവർക്ക് ആ മത്സ്യത്തിൻ്റെ ആധിക്യം എത്രമാത്രമായിരുന്നു ഇതെല്ലാം നമുക്ക് സുവിശേഷത്തിൽ കാണാൻ കഴിയും. ഇവിടെ കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. തങ്ങൾ പിടിക്കാത്ത മത്സ്യം അവർക്ക് വേണ്ടി പൊരിച്ചു വെച്ച സ്നേഹസമ്പന്നനായ പിതാവ്. ഇതുതന്നെയാണ് കൃപാസനത്തിൻ്റെ അൾത്താരയിൽ നടക്കുക. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മൾ അയോഗ്യരാണ്, എന്നാൽ യോഗ്യതയില്ലാത്ത നമുക്ക് യോഗ്യതയുള്ളവനായ ദൈവം വെച്ച് വിളമ്പുകയാണ്. ഇന്ന് 2 സഹോദരിമാരാണ്, ഷീജയും ഷീജയുടെ സഹോദരിയും. 2 പേരും ഇവിടെ വന്ന് സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നു. ഒരു കുഞ്ഞിന് ശേഷം 14 വർഷത്തിന് ശേഷം തനിക്കൊരു കുഞ്ഞുണ്ടായത്. അതിന് ഈ മകള് പിന്നീട് ആ കുഞ്ഞിൻ്റെ ഓരോ അവസ്ഥകളിലൂടെ അതൊക്കെ നാം എല്ലാം വിവരിച്ച് കേട്ടതാണ്. ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓരോന്നിലും എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി അനുഭവം
ഈ മകൾക്ക് ഉചിതമായ വിധം തൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ടത്. അതായത് അസാധ്യ കാര്യങ്ങൾ മാത്രം ചോദിക്കാൻ പറഞ്ഞു. തനിക്കൊരിക്കലും സാധ്യമല്ല ഇനിയൊരു കുഞ്ഞ് ജനിക്കുവാൻ. അത് ഈ മകൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തന്നെ വെച്ചു. എനിക്ക് അസാധ്യമായത് മാത്രം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന്. അങ്ങനെ തനിക്ക് കുഞ്ഞ് ലഭിക്കുന്നു. വീണ്ടും ആ കുഞ്ഞ് ജെല്ല് വിഴുങ്ങിയിട്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നാം കേട്ടതാണ്. ഒരു ടാബ്ലറ്റ് പോലും ഇല്ലാതെ, ഡോക്ടർ പറഞ്ഞ യാതൊന്നും ചെയ്യാതെ, ഡോക്ടേഴ്സ് ആ കുഞ്ഞിനെ ടാബ്ലറ്റ് ഒന്നും കൊടുക്കുന്ന രീതിയിലോ വയറ് കഴുകുന്ന രീതിയിലോ ഒന്നും വരാതെ ആ കുഞ്ഞ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എങ്ങനെയാണ് ഇന്ന് ആരോഗ്യമുള്ള കുഞ്ഞായിട്ടിരിക്കുക. തൻ്റെ ഭവനത്തിൻ്റെ കാര്യം യാതൊരു സാമ്പത്തിക ബാധ്യതയുമില്ലാതെ തനിക്ക് ഭവനം ലഭിച്ചു. അതുപോലെ അനുജത്തി എങ്ങനെയാണ് ഇറ്റാലിയൻ വിസ, അത് തനിക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം, എപ്പോൾ വേണമെങ്കിലും വരാം. അത് അവിടുത്തെ ഇറ്റാലിയൻ പൗരന്മാർക്ക് കിട്ടുന്ന വിസ, അതാണ് ഇന്ന് ഈ മകൾക്ക് കിട്ടിയിരിക്കുക. അത് കിട്ടുക എളുപ്പമല്ല. പറഞ്ഞതോ മൊത്തം മലയാളം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതോ അതെല്ലാം തനിക്ക് ചോദിച്ചത് ഒന്നും മനസ്സിലായില്ല എന്ന് പറയുന്നു. എന്നാൽ ഇതാരാണ് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്? നമ്മുടെ കൗൺസിലറാണ്, നമ്മുടെ വക്കീലാണ്, നമ്മുടെ ഇൻ്റർവ്യൂവറാണ്, എല്ലാമാണ് കൃപാസന മാതാവ്. അതുകൊണ്ട് തന്നെ ഈ കൃപാസനത്തിൽ വന്ന് നമുക്ക് ഇത്രമാത്രം കാര്യങ്ങൾ ലഭിക്കുമ്പോൾ ഇതിന് ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ചെയ്ത ഒരു കാര്യമുണ്ട്. ഇത് മെയ് മാസ വണക്കത്തിൻ്റെ സമയമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളിൽ അച്ഛൻ എന്താണ് ചെയ്തിരുന്നതെന്ന് തെദേവും എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അച്ഛൻ തന്നെ പല പ്രാവശ്യം അത് ഉടമ്പടി ആരാധനയിലും ഡെയിലി ബ്രെഡ് പ്രയറിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഓരോ വീടുകളിലും പോയി വണക്കമാസം വായിച്ചു കൊടുക്കുമായിരുന്നു. അന്നത്തെ കാലം എത്ര പേർക്ക് കടലോരത്തുള്ളവർക്ക് വായിക്കാൻ അറിയാം? അഭ്യസ്ത വിദ്യയുടെ കുറവ്. അതിന് അച്ഛൻ ചെയ്ത ഓരോ പണികളാണത്. അതായത് അച്ഛൻ്റെ ഓരോ ചെറിയ ശുശ്രൂഷ അത് അന്നേ തുടങ്ങി സ്കൂൾ കാലഘട്ടത്തിലെ. അപ്പോൾ അതൊക്കെ അച്ഛൻ്റെ ആസ്തികളാണ്. അച്ഛൻ അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ദൈവമാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെടാൻ ഇടയായത്. അമ്മ തിരഞ്ഞെടുത്ത ഈ ആലയം ഏതോ ബൃഹത്തായ ഒരു മന്ദിരമായിട്ടല്ല, വളരെ ചെറിയ ഒരാലയം ഇവിടെ തിരഞ്ഞെടുക്കാൻ കാരണം ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ത്യാഗപൂർണമായ ജീവിതം. അച്ഛൻ അമ്മയോടും ഈശോയോടും കൂറുള്ള വ്യക്തിയായതുകൊണ്ട് ആ കൂറുള്ള വ്യക്തി നിലനിൽക്കുന്നിടത്ത് അമ്മ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് ഇന്ന് ഈ ആലയത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിൻ്റെ നേർക്കാഴ്ചകളാണ് നമ്മുടെ മുൻപിൽ നാം കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.